ഫൈനലി ടെർബോ റിലീസ് ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തന്നെ പോയി കണ്ടു. അഭിനയിച്ചിരിക്കുന്നത് മമ്മൂക്ക, അതുപോലെ തന്നെ രാജ്ബി ഷെട്ടി, ബിന്ദു പണിക്കർ, ദിലീഷ് പോത്തൻ, ജോണി ആൻ്റണി, നിരഞ്ജന അനൂപ്, ശബരീഷ് വർമ്മ, അഞ്ജന ജയപ്രകാശ്, സുനിൽ എന്നിവരൊക്കെയാണ്. പടത്തിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ നല്ല തിയേറ്റർ എക്സ്പീരിയൻസ് ആയിരുന്നു. അത്യാവശ്യം നല്ലൊരു തിയേറ്റർ എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. മെയിനായിട്ട് പടത്തിൽ എടുത്തു പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ സിനിമാറ്റോഗ്രാഫിയും എഡിറ്റിങ്ങും ഒക്കെയാണ്. കാരണം സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത് ആരായിരുന്നു? വിഷ്ണു ശർമ്മയാണ് സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്നത്. നല്ല വർക്കായിരുന്നു. പല ആംഗിളിൽ നമ്മൾ മിക്ക സ്ഥലത്തല്ല, ഇത് അത്യാവശ്യം സ്ഥലത്തൊക്കെ നമ്മുടെ റോബോട്ടിക് ക്യാം ഷോട്ട് ഉണ്ടായിരുന്നു. അതായത് ഇങ്ങനെയുള്ള ക്യാമറയില്ലേ, നമ്മൾ വിക്രത്തിലൊക്കെ കണ്ടേ ആ ഒരു ക്യാമറയില്ലേ, ആ ഒരു ക്യാമറ യൂസ് ചെയ്തിട്ടുള്ള ഷോട്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. എക്സ്പെഷ്യലി ഭയങ്കര അടിപൊളിയായിരുന്നു. എഡിറ്റിംഗ് നിർവഹിച്ചിരിക്കുന്നത് നമ്മുടെ സമീർ മുഹമ്മദാണ്. പുള്ളിയുടെ കട്ട്സും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളിയായിരുന്നു കാണാൻ. സത്യം പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. പിന്നെ നമ്മുടെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ക്രിസ്റ്റോ സേവിയറാണ്. അത്യാവശ്യം കുഴപ്പമില്ലാത്ത മ്യൂസിക് തന്നെയാണ്. അതിൽ നമ്മളൊരു ഇതില്ലേ, ഒരു ബിജിമില്ലേ, അത് പാടിയിരിക്കുന്നത് നമ്മുടെ അർജുൻ അശോകനാണ്. പിന്നെ പടത്തിനെ കുറിച്ച് പറയാന്ന് വെച്ചാൽ വേറെ ബിന്ദു പണിക്കരുടെ വളരെ നല്ല രസമായിരുന്നു. നമ്മുടെ മമ്മൂക്കയുടെ അമ്മയായിട്ട്, ടർബോ ജോസിൻ്റെ അമ്മയായിട്ടാണ് വരുന്നത്. പിന്നെ ഫസ്റ്റ് ഹാഫിൽ വരുന്നത് ഒരു പ്രണയം, ശബരീഷും അഞ്ജന ജയപ്രകാശിൻ്റെ പ്രണയം. അത് ഒരു വീട്ടിൽ നിന്ന് ഇറങ്ങി വരുന്നു, എന്നിട്ട് ചെന്നൈയിലേക്ക് പോകുന്നു. അവിടെ നിന്ന് വരുന്ന നോർമലി നമ്മൾ കണ്ടുവരുന്ന ഒരു ടിപ്പിക്കൽ രീതിയിൽ വരുന്ന ആ ഒരു ഫസ്റ്റ് ഹാഫൊക്കെ ആയിരുന്നു. ടർബോ ജോസിൻ്റെ എൻട്രി അത് അടിപൊളിയായിരുന്നു കേട്ടോ. ഒരു പള്ളിപ്പെരുന്നാളിൽ ടർബോ ജോസിൻ്റെ എൻട്രി ഉണ്ട്. എന്നിട്ട് ആ ഒരു പുള്ളിയുടെ ജീപ്പ് എടുത്ത് വരുന്നൊരു എൻട്രി, അത് തിയേറ്റർ കുലുക്കിയിരുന്നു. സത്യം പറഞ്ഞാൽ ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. സ്റ്റണ്ടൊക്കെ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു. കാരണം 23 വയസ്സുള്ള ഈ ഒരു മനുഷ്യൻ എജാതി പെർഫോമൻസ് എന്ന് പറയുക വെച്ചാൽ അസാധ്യം. സത്യം പറയാലോ, ഭയങ്കര പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്കയുടെ. പിന്നെ തന്നെ മമ്മൂട്ടി കമ്പനി ആണ് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയി. മമ്മൂട്ടി കമ്പനി ചെയ്തതിൽ വെച്ച് ഇപ്പം 5 സിനിമ മറ്റോ ചെയ്തിരുന്നു. അതിൽ ഏറ്റവും ബജറ്റ് കൂടിയ സിനിമയാണ് നമ്മുടെ ടർബോ. പിന്നെ നമ്മുടെ വില്ലൻ രാജ്ബി ഷെട്ടി, പുള്ളി ഒരു മീൻകാരനാണ്, മീൻ കച്ചവടക്കാരനാണ്. പുള്ളിയുടെ മറ്റേ എന്താ പറയുക, ഫാക്ടറിയിൽ വലിയ മീനൊക്കെ ഇങ്ങനെ തൂക്കിയിട്ടിട്ടുണ്ട്. പുള്ളിയുടെ ക്യാരക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സൈക്കോ ടൈപ്പ് വില്ലൻ, ഒരു രീതി കുഴപ്പമില്ല എന്ന് പറയാം. വലിയൊരു പെർഫോമൻസ് എന്ന് പറഞ്ഞില്ല, ഓക്കെ കുഴപ്പമില്ല, നല്ലൊരു രീതിയിലുള്ളൊരു പെർഫോമൻസ് തന്നെയായിരുന്നു പുള്ളിയുടെ. പിന്നെ പുള്ളി ഹെലികോപ്റ്ററിലൊക്കെയാണ് വരുന്നത്, റോൾസ് റോയ്സിലൊക്കെയാണ് പോകുന്നത്. ഒരു വലിയ ഒരു ടൈപ്പ് വില്ലനാണ്. വില്ലന്മാരൊക്കെ പൊതുവെ അങ്ങനെയൊക്കെയാണെന്ന്, വലിയ കാറിലും ഹെലികോപ്റ്ററിലൊക്കെ പറന്ന് വന്ന് വീഡിയോക്കെ തെച്ച്. പക്ഷെ എനിക്ക് മനസ്സിലാവാതെ ഈ ഹെലികോപ്റ്ററിൻ്റെ ലീഫ് കറങ്ങുന്ന സമയത്ത് പുള്ളി ലൈറ്റർ കത്തിക്കുന്നത് എങ്ങനെയാണ്? അതിൻ്റെ കാറ്റിൽ ലൈറ്റർ കെട്ടുമല്ലേ? അതെന്തെങ്കിലും ആട്ടെ, നമ്മൾ ആ ഭാഗം നമ്മൾ നോക്കണ്ട. അങ്ങനെ സെക്കൻഡ് ഹാഫിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ സെക്കൻഡ് ഹാഫിൽ നല്ല ഫൈറ്റ് ഉണ്ട്, ഒരു ഗണ്ണിൻ്റെ സീനുണ്ട്. അത് നിങ്ങൾക്ക് മറ്റേ ട്രെയിലറിൽ തന്നെ കാണാം. അത് മമ്മൂക്കയുടെ കയ്യിൽ ഒരു ക്യാമറയൊക്കെ ഫിറ്റ് ചെയ്താണ് ചെയ്തിരിക്കുന്നത്. അത് വൈശാഖ് തന്നെ, ഡയറക്ടർ തന്നെ പറയുന്നുണ്ട്. അത് മമ്മൂക്കക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂന്നും കൂടി വൈശാഖിൽ പറയുന്നുണ്ട്. പിന്നെ ആ പോലീസ് സ്റ്റേഷൻ ഫൈറ്റ്, മറ്റേ ചെയർ എടുത്തിട്ട് ഇങ്ങനെ ചെയർ കറങ്ങിയിട്ട് അടിക്കുന്നതൊക്കെ ഇല്ലേ, അതൊക്കെ മാസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞു വെച്ചാൽ നല്ല ലാഗായിട്ട് തന്നെയായിരുന്നു പോയത്. സെക്കൻഡ് ഹാഫിൽ എത്തുമ്പോഴാണ് നമുക്കൊരു ഉഷാറ് വരുന്നത്. നമുക്കിടെ ഞാൻ പറഞ്ഞ പോലീസ് സ്റ്റേഷൻ ഫൈറ്റും ആ ഒരു ബസ് എന്നുള്ള ഒരു ഗൺ ഫൈറ്റൊക്കെ ഇല്ല, അതിൽ കയ്യിൽ ക്യാമറ ഫിറ്റ് ചെയ്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ, അതൊക്കെ നല്ല രീതിയിൽ തന്നെയായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ ക്ലൈമാക്സ് ഫൈറ്റും അടിപൊളിയായിരുന്നു. അതിൽ നമുക്ക് എൻ്റെ ഡയലോഗ് ഉണ്ടായിരുന്നില്ലേ, ഞാനിവിടെ വ്യൂ ആണ്, എൻ്റെ കൂടെ ഒരു 10-15 പേരെങ്കിലും കാണും. സ്റ്റോറി എന്നൊക്കെ പറഞ്ഞാൽ ഒരു നോർമൽ, ഒരു ടിപ്പിക്കൽ സാധാ ഒരു ടിപ്പിക്കൽ വൈശാഖ് പടം എന്നൊക്കെ പറയാം. പക്ഷേ സെക്കൻഡ് ഹാഫ് നല്ലൊരു രസമായിരുന്നു. ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായിട്ട് തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ക്രിസ്റ്റോ സേവിയറിൻ്റെ മ്യൂസിക് അടിപൊളിയായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ ആർട്ട് വർക്കൊക്കെ നന്നായിരുന്നു. സിനിമാറ്റോഗ്രാഫി ഡിപ്പാർട്ട്മെൻറ്റും എഡിറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റും സ്റ്റണ്ട് ഡിപ്പാർട്ട്മെൻറ്റിനെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒന്നാണ്. നല്ല വർക്ക് തന്നെയാണ് അവർ ചെയ്തിരിക്കുന്നത്. അവർ ചെയ്യുന്നതിൻ്റെ നല്ല രീതിയിൽ തന്നെ അവർ മാക്സിമം എഫേർട്ട് ഇട്ടിട്ടുണ്ട്. പിന്നെ മമ്മൂക്ക അതുപോലെ തന്നെ നല്ല സ്റ്റണ്ടൊക്കെ കാണണ്ടേ, നല്ല പറന്നടിക്കുന്നുണ്ട്. രാജ്ബി ഷെട്ടിൻ്റെ മോൾ കൂടി കണ്ടിട്ട് മറ്റേ അത് ട്രെയിലറിൽ തന്നെ ഉണ്ട്. അതൊക്കെ നല്ല ഒരു രസമായിരുന്നു കാണാൻ. സത്യം പറഞ്ഞു വെച്ചാൽ ഇത് കാണാൻ നിങ്ങളോട് ഇപ്പോൾ എനർജറ്റിക് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും ആവേശത്തിൽ കൈയൊക്കെ അടിച്ചു പോകും. അതുപോലെ തന്നെ എണീച്ച് വിസിലൊക്കെ അടിക്കാനുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഹാഫ് നല്ല ലാഗായിട്ട് തന്നെയാണ് പോകുന്നത്. സെക്കൻഡ് ഹാഫാണ് നമുക്കൊരു ഉണർവ് തന്നിരിക്കുന്നത്. സുനിലിൻ്റെ ക്യാരക്ടർ നല്ല രസമായിരുന്നു. സുനിൽ ഇങ്ങനെയൊക്കെ നോക്കുക, പക്ഷേ ഒരു കോമഡി ആയിട്ടുള്ള ഒരു കണ്ടാൽ വില്ലൻ ലുക്ക്, പക്ഷേ ഒരു കോമഡി ആയിട്ടുള്ള ആര് മറ്റേ ജയിലറിലൊക്കെ കണ്ട ആ സുനിൽ തന്നെയല്ലേ, ഒരു കോമഡിയും ഒരു ലുക്കിങ്ങനെ, പക്ഷേ കോമഡി ആയിട്ടുള്ള ക്യാരക്ടർ. വില്ലൻ പ്ലസ് കോമഡി എന്ന് പറയുന്നത് വില്ലനൊന്നല്ല റെഡിക്ക്, അതിലൊരു ആ ഒരു കോമഡി ക്യാരക്ടറായിട്ടാണ് പോകുന്നത്. പിന്നെ ക്ലൈമാക്സിൽ ഒരു കോള് വരുന്നുണ്ട് മോനെ മമ്മൂക്കാക്ക്. അതാരാണെന്നറിയോ? നേരെ തിയേറ്ററിൽ വിട്ട് കണ്ടോ? ഒരു രക്ഷയില്ല.